മലയാളികളുടെ ഹൃദയം കവർന്ന ബിഗ് ബോസ് സീസൺ 6 അതിൻ്റെ ആ, സംപ്രേഷണം തുടരുകയാണ്. അതിനിടെ വിവാദങ്ങളും വലിയ വിവാദങ്ങൾ ഇതുവരെ ഇല്ലാത്ത പോലെയുള്ള പല വിവാദങ്ങളും ബിഗ് ബോസ് ഷോയുമായി ബന്ധപ്പെട്ട് ആഞ്ഞ് കത്തുകയാണ്. ആ വിവാദത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ആ, എന്തായാലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ആദ്യമേ തന്നെ പറയുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഷോ അതൊരു വലിയ സംശയത്തിൻ്റെ നിഴലിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അത് സ്ക്രിപ്റ്റഡ് ആണ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ പല കാലങ്ങളിൽ ഉയർന്നു വന്നതാണ്. 5ാം സീസണിൽ റോബിൻ രാധാകൃഷ്ണൻ അദ്ദേഹത്തെ ഇടയ്ക്ക് വെച്ച് പുറത്താക്കിയ സമയത്ത്, അദ്ദേഹം അതിഥിയായി എത്തുകയും പിന്നീട് പുറത്താക്കുകയും ചെയ്ത സമയത്ത് റോബിൻ രാധാകൃഷ്ണൻ തന്നെ പുറത്തിറങ്ങി ഇതേ അഭിപ്രായം പങ്കുവച്ചതാണ്. പക്ഷേ അന്നത്തെ മത്സരാർത്ഥിയായ അഖിൽ മാരാർ അടക്കം ഇതിനെതിരെ രംഗത്ത് വരികയൊക്കെ ചെയ്ത സാഹചര്യം നമ്മൾ കഴിഞ്ഞ തവണ കണ്ടതാണ്. അങ്ങനെ പല വിവാദങ്ങളും ഈ ബിഗ് ബോസ് ഷോയുമായി ബന്ധപ്പെട്ട പതിവായി ഉയർന്നു വരാറുണ്ട്. പക്ഷേ ഇത്തവണത്തെ വിവാദം അങ്ങനെ കയ്യിൽ നിൽക്കുന്ന ഒന്നല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇത്തരം ഒരു വിവാദം ഉയർന്നിരിക്കുന്നത് കഴിഞ്ഞ തവണത്തെ 5ാം സീസണിലെ വിജയിയായ അഖിൽ മാരാരുടെ ഒരു ആരോപണവുമായി ബന്ധപ്പെട്ടാണ്. ഈ ബിഗ് ബോസിലുണ്ടായിരുന്ന സിബിൻ പുറത്തായ ശേഷമാണ് സിബിൻ ബിഗ് ബോസിലുണ്ടായ ദുരനുഭവങ്ങളെക്കുറിച്ചും അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അദ്ദേഹത്തെ ഒരു ബൈപ്പോളാർ ഡിസീസുള്ള ആളാക്കി മാറ്റാൻ അതിനെ സംബന്ധിച്ചുള്ള മരുന്ന് തന്നതായിട്ടുള്ള ആരോപണങ്ങളൊക്കെ പറഞ്ഞു. അതെല്ലാം അവിടെ നിൽക്കട്ടെ, അതൊന്നുമല്ല വിഷയം. അതിനപ്പുറത്തേക്ക് ഏഷ്യാനെറ്റിലെ 2 പ്രധാനപ്പെട്ട തലപ്പത്തിരിക്കുന്ന 2 ആളുകൾ ബിഗ് ബോസ് ഷോയിലുള്ള വനിതാ മത്സരാർത്ഥികളെ ലൈംഗികമായി ഉപയോഗിച്ചു എന്ന ഗുരുതരമായ ആരോപണമാണ് അഖിൽ മാരാർ ഉന്നയിച്ചിരിക്കുന്നത്. അഖിൽ മാരാറുടെ ഈ ആരോപണം അദ്ദേഹം പല അഭിമുഖങ്ങളിലും ഇതിനകം തന്നെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, തുടക്കം അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം ID ലൈവായി വന്നുകൊണ്ടാണ് ഈ സംഭവത്തിനെതിരെ പൊട്ടിത്തെറിച്ചത്. തന്നോട് ചില സ്ത്രീകൾ ഇക്കാര്യം തുറന്ന് പറഞ്ഞു. അതിൽ 1-2 പേരുടെ വോയിസ് റെക്കോർഡും തൻ്റെ കൈവശമുണ്ട്. വാട്സപ്പിൽ വോയിസ് മെസ്സേജ് അയച്ചതും അല്ലാതുള്ള റെക്കോർഡും തെളിവുകളും ഒക്കെ തൻ്റെ കൈവശമുണ്ട്. പക്ഷേ അവരുടെ അനുവാദമില്ലാതെ ഇത് പുറത്തുവിടാൻ കഴിയില്ല എന്നാണ് അഖിൽ മാരാർ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇങ്ങനൊരു ഷോയെ സംബന്ധിച്ച് അതിഗുരുതരമായൊരു ആരോപണം തന്നെയാണ് ഉയർന്നു വന്നിരിക്കുന്നത് എന്നുള്ളത് തന്നെ തീർത്ത് പറയേണ്ടി വരും. ഒരു പരിധിവരെ ഇങ്ങനെ സ്ത്രീകൾക്കെതിരായ അധിക്ഷേപമാണ് ഇത്തരത്തിൽ ഉണ്ടായിരിക്കുന്നതെന്ന് ദിയ സനയെ പോലെയുള്ളവർ ചിലർ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. പക്ഷേ അതിന് വിശദീകരണം പിന്നീട് അഖിൽ മാരാർ നൽകുകയും ചെയ്തിരുന്നു. എല്ലാ സ്ത്രീകളെയുമല്ല, ചില സ്ത്രീകൾ ഇരയാക്കപ്പെട്ടിട്ടുണ്ട് എന്ന നിലപാടാണ് താൻ പറയാൻ ശ്രമിച്ചതെന്ന് അഖിൽ മാരാർ വ്യക്തമാണ്. എന്തായാലും അഖിലിൻ്റെ ആരോപണം അത്യന്തം ഗുരുതരമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് അഖിൽ ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് ഈ സ്ത്രീകൾ ചിലർ ഇതിൻ്റെ എൻട്രിയിലേക്ക് എത്തുന്ന സമയത്ത് പലഘട്ട അഭിമുഖങ്ങളൊക്കെ കഴിഞ്ഞ ശേഷമാണ് ആരൊക്കെ ബിഗ് ബോസിൽ ഉണ്ടാകണമെന്ന് തീരുമാനിക്കപ്പെടുന്നത്. ഇങ്ങനെ ഏഷ്യാനെറ്റിൻ്റെ അടക്കം 2 തലപ്പത്തിരിക്കുന്നവർ ചേർന്നുകൊണ്ടാണ്. അപ്പോൾ അവർ ഈ സ്ത്രീകളെ സ്വാധീനിക്കുകയും ഏതൊക്കെ ചില ഹോട്ടലുകളിൽ കൊണ്ടുപോയി അവരെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതൊരു ട്രാപ്പാണ് എന്ന് ഒരുപക്ഷെ അധികാര സ്ഥാനത്തിരിക്കുന്നവർ ചെയ്യുന്ന ഒരു ട്രാപ്പ് എന്ന നിലയിൽ പല സ്ത്രീകളും ഇതിൽ വീണു പോയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അത് ഏതൊക്കെ തരത്തിലാണ്, ഇതിൽ സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് അവർ സ്വമേധയാ പോകുന്നതാണോ എന്നൊക്കെയുള്ള വിവാദങ്ങൾ മറ്റൊന്നാണ്. അതിലൊക്കെ കൂടുതൽ തെളിവുകൾ വന്നാൽ മാത്രമേ അവരുടെ സമ്മതത്തോടു കൂടി സമ്മതിച്ചതാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ അഖിലിനോട് ഇത്തരം പരാതി പറഞ്ഞ സ്ത്രീകൾ അങ്ങനെ ഒരു പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ലൈംഗിക അതിക്രമം തന്നെയാണ്, ഒരു സ്ത്രീ പരാതി പറഞ്ഞ ലൈംഗിക അതിക്രമം തന്നെയാണ് നടന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അതിഗുരുതരമായ സ്വഭാവമുള്ള ഒരു ആരോപണം എന്ന നിലയിൽ ഏഷ്യാനെറ്റ് തുടർ നടപടികളിലേക്ക് കടക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. പ്രത്യേകിച്ച് ഈ സ്ത്രീകൾ ആരും തന്നെ എന്തുകൊണ്ട് അവരുടെ പേരുകൾ പുറത്തു വരുന്നില്ല എന്ന് പല അവതാരകരും ചോദിക്കുന്നത് കേട്ടു. പക്ഷേ ആ സ്ത്രീകളുടെ അനുമതിയില്ലാതെ പുറത്ത് പറയാൻ കഴിയില്ല എന്നാണ് അഖിൽ മാരാർ പറയുന്നത്. അതിനൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവർ പരാതിക്കാരില്ലാതെ ഇത്തരം കേസുകൾ മുന്നോട്ട് പോകില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ, ഈ സ്ത്രീകളെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ, കരഞ്ഞ് കാല് പിടിക്കുന്ന ശ്രമങ്ങളും നടന്നിട്ടുണ്ടാകാമെന്ന ഊഹം കൂടി ഈ അഖിൽ മാരാർ പറയുന്നുണ്ട്.
എന്തായാലും ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ആവശ്യം കൂടി ഉയർന്നു വന്നിരിക്കുന്നത് മലയാളത്തിൻ്റെ പ്രിയ നടൻ മോഹൻലാലാണ് ഈ ഷോയുടെ ആങ്കർ എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഷോയുടെ ഒരു പ്രാധാന്യം അത്രത്തോളം വലുതാണ്. ലാലേട്ടന് ഈ ഷോയിലുള്ള റോള് അല്ലെങ്കിൽ അദ്ദേഹം വഹിക്കുന്ന പങ്കെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഗുരുതരമായ ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ഒരു ഷോയിൽ നിന്ന് പിൻവാങ്ങണം എന്ന ആവശ്യവും ജനങ്ങൾ പൊതുസമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും അതിൽ പങ്കെടുക്കുന്ന മുഴുവൻ സ്ത്രീകളെയും സംശയത്തിൻ്റെ നിഴലിലാക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ പങ്കെടുക്കുന്ന ആളുകളെ സംശയത്തിൻ്റെ നിഴലിലാക്കുന്ന ഒരു ആരോപണമല്ല. പക്ഷേ ചിലർ ഇതിൽ പെട്ടുപോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ചൂണ്ട പലർക്കും ഇടുന്നുണ്ട് എന്നാണ് അഖിൽ മാരാർ പറയുന്നത്. ആ ചൂണ്ടയിൽ കുത്തുന്ന ചിലർ പെട്ടുപോകുന്നു എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തത്. എന്തായാലും അതീവ ഗുരുതരമായ ഒരു ആരോപണമാണ്. ഫലത്തിൽ ഒരു പോലീസ് എൻക്വയറി അടക്കം നടത്തേണ്ട വിഷയമാണ് ഇത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അതിന് പരാതിക്കാരില്ല എന്നൊരു പരിമിതി അവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. പരാതിക്കാരില്ല, ഇനി പോലീസ് അന്വേഷണത്തിലേക്ക് നടക്കുന്നില്ല എങ്കിൽ ഏഷ്യാനെറ്റ് പോലെ മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനപ്രിയമായ ഒരു ചാനൽ ഇത്തരക്കാരെ തലപ്പത്ത് വെക്കാമോ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യവുമുണ്ട്. ഇവർക്കെതിരെ കൃത്യമായ നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇവരെ ആ സ്ഥാനത്ത് നിന്നടക്കം മാറ്റി ഇത്തരം അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവർ ഇങ്ങനെയുള്ളവരാണ് എങ്കിൽ പിന്നെ അവിടെ എത്തുന്ന സ്ത്രീകൾ അടക്കം കൂടുതൽ പീഡിപ്പിക്കപ്പെടുകയും ഇരകളാക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമായിരിക്കും ഭാവിയിലും ഉണ്ടാകുക. അത് ഏഷ്യാനെറ്റിൻ്റെ കൂടി ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഇപ്പോൾ അഖിൽ മാരാർ പറയുന്നതനുസരിച്ച് താൻ ഏഷ്യാനെറ്റിനെയോ അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് ഷോയെയോ ആകെ കുറ്റപ്പെടുത്തുകയല്ല, അതിലുള്ള ചില പുഴുക്കുത്തുകളെക്കുറിച്ചാണ് പറയുന്നത്. തീർച്ചയായും ആ പോസിറ്റീവ് ആംഗിളിൽ ഇതിനെ സമീപിക്കാൻ ഏഷ്യാനെറ്റ് തയ്യാറാകുമോ എന്നുള്ളതാണ്. എന്തായാലും ഇത്തരമൊരു ഷോ നാളെയും നിലനിൽക്കേണ്ടത് അനിവാര്യമെന്ന് അഖിൽ മാരാർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംശയത്തിൻ്റെ നിഴലുള്ള ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള നടപടി ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്ന കൗതുകകരമായ ചോദ്യമാണ് ഇനി ബാക്കിയാകുന്നത്. എന്തായാലും തീർച്ചയായും മോഹൻലാൽ എന്ന മലയാളത്തിൻ്റെ പ്രിയ നടൻ അവതരണം നടത്തുന്നൊരു പരിപാടിയാണ് ബിഗ് ബോസ് ഷോ എന്നുള്ളത് അതിൻ്റെ ക്രെഡിബിലിറ്റി അടക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വിഷയത്തിൽ ലാലേട്ടൻ്റെ നിലപാടും ഇനി പ്രധാനപ്പെട്ടതാണ് എന്ന് പറയേണ്ടി വരും. അതായത് ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടെടുക്കാൻ മോഹൻലാൽ എന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടനും അവകാശമുണ്ട് എന്ന് പറയേണ്ടി വരും. എന്തായാലും സമാനതകളില്ലാത്ത ഒരു വെല്ലുവിളികളിലൂടെയാണ് ബിഗ് ബോസ് മലയാളം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഇപ്പോൾ ഈ ലൈംഗിക പീഡന ആരോപണം മാത്രവുമല്ല, ഇതൊരു റിയാലിറ്റി ഷോ. അതായത് ഈ മത്സരാർത്ഥികൾ ഈ വീടിനുള്ളിൽ താമസിക്കുന്നു, അതുപോലെ അവരെന്തൊക്കെ ആക്ടിവിറ്റി ചെയ്യുന്നു അതേ നിലയിൽ പകർത്തി തങ്ങൾ സംപ്രേഷണം ചെയ്യുന്നു എന്നതാണ് ഏഷ്യാനെറ്റിൻ്റെ ഒരു ആരോപണം, ഒരു അവകാശവാദം. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇത് സ്ക്രിപ്റ്റഡ് ആണ് എന്നുകൂടി അഖിൽ മാരാർ ഇപ്പോൾ തുറന്നു പറയുകയാണ്. നേരത്തെ റോബിൻ രാധാകൃഷ്ണൻ പറഞ്ഞു അദ്ദേഹത്തിനെതിരെ വലിയ അതിക്രമങ്ങളാണ് അന്നുണ്ടായത്. കാരണം ഈ ഷോയുടെ എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായി ഇത്തരം കാര്യങ്ങളൊന്നും പുറത്തു വരരുത് എന്നുള്ളതാണ് മത്സരാർത്ഥികളുമായുള്ള കരാറ്. ആ കരാർ ലംഘിച്ചുകൊണ്ട് ആദ്യമായി പുറത്തു പറഞ്ഞത് റോബിൻ രാധാകൃഷ്ണനാണ്. അദ്ദേഹം ഇപ്പോഴെങ്കിലും അഖിൽ മാരാർ ഇത് പറഞ്ഞതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് താനിത് മുന്നേ പറഞ്ഞതാണ്, താനായിരുന്നു ശരിയെന്ന കാലം തെളിയിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള അവകാശവാദവുമായി റോബിൻ രാധാകൃഷ്ണൻ രംഗത്ത് എത്തിയിട്ടുണ്ട്. ഈ കൺഫെഷൻ റൂമിലൊക്കെ വിളിച്ച് പല വിഷയത്തിലും തന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ അഖിൽ മാരാറും ഇപ്പോൾ പറയുകയാണ്. അതായത് ഈ ഷോയുടെ ക്രെഡിബിലിറ്റി ആകെ നഷ്ടപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇനി പ്രേക്ഷകർ സ്വാഭാവികമായും ഇതിനി കാണുക ഇതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് പരിപാടി എന്ന നിലയിലായിരിക്കും. ആരെ സമ്മാനം കൊടുക്കണം, ആർക്ക് കൊടുക്കണ്ട, ഏറ്റവും കൂടുതൽ വോട്ട് വെറുക്കപ്പെടുന്ന ആളുകൾ എങ്ങനെ വീണ്ടും അവിടെ തുടരുന്നു, അതായത് പ്രേക്ഷക വോട്ടില്ലാത്ത ആളുകൾ പോലും അവിടെ തുടരുന്നത് പലപ്പോഴും ഇനി സംശയത്തിൻ്റെ നിഴലിലെ പ്രേക്ഷകർ കാണാൻ സാധ്യതയുള്ളൂ എന്നുകൂടി പറയേണ്ടി വരികയാണ്. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്ത് എന്നുകൂടി അറിയാനുള്ള താല്പര്യമുണ്ട്. അത് കമൻറ്റുകളായി രേഖപ്പെടുത്തണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റു സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാനും മടിക്കരുത്. ഈ വീഡിയോ കാണുന്ന പലരും ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷൻ ബട്ടൺ, ബെൽ ബട്ടൺ അത് എനേബിൾ ചെയ്യണം എന്നുകൂടി അഭിപ്രായപ്പെടുകയാണ്. എന്തായാലും ഈ ഇഷ്ടപ്പെട്ടാൽ മറ്റ് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാനും നിങ്ങൾ മടിക്കരുത്. എന്തായാലും മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഷോ തന്നെ സംശയത്തിൻ്റെ നിഴലിലായിരിക്കുന്നു.
ഇനി എങ്ങനെ ബിഗ് ബോസ് ഷോ മുന്നോട്ട് പോകും, ഏഷ്യാനെറ്റ് ഇതിലെന്ത് തുടർ നടപടിയെടുക്കും, അതാണ് കണ്ടറിയാനുള്ളത്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വിഷയമായി വീണ്ടും ഉടൻ തന്നെ കാണാം. നന്ദി.